ഹിന്ദു ദിനപത്രത്തിൻ്റെ പ്രതിനിധി RK രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാധാകൃഷ്ണൻ, നമസ്കാരം. താങ്കളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ വേലുസ്വാമിപുരത്തിൻ്റെ എവിടെയെങ്കിലും അടുത്താണോ? അല്ല ഞാൻ മറ്റേ ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താ നമുക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത്? ഹിന്ദുവിന്റെ ആസ്ഥാനത്ത് ഇതുവരെ 29 പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത്. ഇതില് 3 കുട്ടികളാണെന്നാണ് നാം അറിയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേ ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ശനിയാഴ്ചയാണ്, ഈവനിങ് ആണ്. സോ കരൂർ ഹോസ്പിറ്റൽ അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം എല്ലാ സ്പെഷ്യലിസ്റ്റ് എല്ലാം പോയ ഒരു സമയമായിരുന്നു കരൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. അത് കാരണം മറ്റേ ഇപ്പോൾ പെട്ടെന്ന്, അതായത് അവിടെ പോയി ഇപ്പോൾ ഡോക്ടേഴ്സ് അവിടെ എത്താനുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ഒരു റാലി നടക്കുന്നത് കാരണം ആ പ്രദേശമാകെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ചെരുപ്പുകളും മറ്റേ കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ കൺസർവൻസി വർക്കേഴ്സ് അവിടെയുള്ള റോഡെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് എത്താനും കൂടെ അതിന് ഭയങ്കര പ്രശ്നമായിട്ട് ഉള്ളതാണ്. ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാമക്കലിലാണ് ആദ്യമായിട്ട്, അതായത് കരൂരിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ മറ്റേ കിഴക്കിലേക്കുള്ള ഒരു സ്ഥലമാണ് നാമക്കൽ. അവിടെയായിരുന്നു ആദ്യത്തെ റാലി. അതെന്നെ വളരെ വൈകിയാണ് ആരംഭിച്ചത്. അപ്പോൾ ആ റാലി കഴിഞ്ഞിട്ട് കരൂർ നഗരത്തിന്റെ ആ ഭാഗത്ത് വരുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ എക്സ് ഹാൻഡിൽസിലും പല സ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കരൂരിൽ അതിനെക്കാട്ടിലും വലിയൊരു ആൾ സംഘമാണ് അവിടെ കത്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു വലിയൊരു ഭയങ്കര ഒരു ശരിക്കും ഒരു വിപ്പപ്പ്, ഒരു ഹിസ്റ്റീരിയ പോലത്തെ ഒരു സാധനമാണ് അവിടെ വന്ന് ചെയ്തുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത്. അതിന് ഏകദേശം ഇത് വിജയിന്റെ പാർട്ടി ഇവർക്ക് കൊടുത്ത ഇൻഫർമേഷൻ, SP കരൂരിന് കൊടുത്ത ഇൻഫർമേഷൻ, ആ മറ്റേ ലെറ്റേഴ്സും നമ്മുടെ അടുത്തെല്ലാം ഉണ്ട്. അതിൽ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 10,000 പേര് വരുമെന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത്. പക്ഷെ 10,000 അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 2 ലക്ഷം പേര് ആ ഒരു ചെറിയൊരു ഇടുങ്ങിയ സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാമ്പീഡ് നടന്നത്. അപ്പൊ രണ്ടാമത് കാരണം, രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ 10,000 പേര് വരുമെന്ന് സുരക്ഷാ സേനയ്ക്കൊക്കെ സെക്യൂരിറ്റിയൊക്കെ ആൾക്കാർക്കൊക്കെ കൊടുത്തെങ്കിൽ ഈ 2 ലക്ഷം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത് കോൾ ഓഫ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ആദ്യമേ തന്നെ? ഇല്ല, ഡെഫിനറ്റ് ആയിട്ട് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം മറ്റേ ഈ ക്രൗഡ് മറ്റേ ഒന്ന് മൂവിങ് ക്രൗഡാണ്. ഈ മറ്റേ നാമക്കല്ലിൽ ഉണ്ടായിരുന്ന ക്രൗഡും ഈ വിജയിന്റെ വാഹനത്തിൽ കൂടെ അതിന്റെ ഒപ്പം വന്ന് ചലിക്കുന്ന ഒരു ക്രൗഡായിരുന്നു. പിന്നെ ഈ മറ്റേ 2 മണി തൊട്ട് 3 മണി തൊട്ടാണ് ഈ ക്രൗഡ് മറ്റേ കൂടാൻ ആരംഭിക്കുന്നത്. മറ്റേ കരൂർ നഗരത്തിൽ കൂടാൻ 4 മണിക്കാണ് വരേണ്ടിയിരുന്നത്, ഈ ഭാഗത്തേക്ക് വരേണ്ടിയിരുന്നത്. പക്ഷേ 4 മണിക്ക് വരാൻ പറ്റില്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് മറ്റേ SP കരൂരും ബാക്കിയുള്ളവരെല്ലാവരും മറ്റേ നോക്കുമ്പോഴാണ് ഈ ക്രൗഡിന്റെ ആ ഒരു ഗംഭീരം, ആ ഒരു വിഷയത്തിന്റെ ഗംഭീരം അറിയണത്. പിന്നെ കോയമ്പത്തൂരിൽ നിന്നും ബാക്കിയുള്ള സ്ഥലത്തു നിന്നുമാണ് അവർ മറ്റേ പോലീസുകാരെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മറ്റേ റെയിൻഫോഴ്സ്മെന്റ് വരാനുള്ള ഒരു സമയം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഈ സ്റ്റാമ്പീഡ് തുടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാമ്പീഡ് തുടങ്ങിയ വഴിക്ക് മറ്റേ ആംബുലൻസിന് വിളിയെല്ലാം പോയി. അപ്പോൾ ആംബുലൻസിന് ഐ തിങ്ക് ഫസ്റ്റ് ഇൻസിഡന്റ് നടക്കുന്നത് മറ്റേ ഏകദേശം 7 മണിക്കാണ്. മറ്റേ വെള്ളമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പലരും പറഞ്ഞിരുന്നത്. കാരണം മറ്റേ 4 മണിക്കൂർ 5 മണിക്കൂർ കൂടെ കാത്തുനിന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് അവർക്ക് മറ്റേ കടകളെല്ലാം പൂട്ടിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആരും കടകളൊന്നും തുറന്നു വെച്ചിട്ടില്ല. അപ്പൊ വെള്ളം മേടിക്കാൻ പോലും ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് പിന്നെ കുറെ വന്നതെല്ലാം പിള്ളേരായിരുന്നു, അതായത് 13 ഇയർ ഓൾഡ് 14 ഇയർ ഓൾഡ് പിള്ളേരായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു ഉത്സാഹം അതും അവിടെ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൗഡ് മറ്റേ ഈ ഇൻക്രീസ് ആവണ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ആർക്കും ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടുത്തെ പോലീസുകാർ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, താങ്ക് യു RK രാധാകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.